വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് റാഗി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ തയ്യാറാക്കിയെടുക്കുന്നതെന്നാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. റാഗി നമ്മൾ ഡെയിലി ഉള്ള നമ്മുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഒരു ഫുഡാണ്. നമുക്കത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഇവിടെ. അത് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ പകുതിയോളം ഉഴുന്നെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും നന്നായിട്ട് കഴുകി നമ്മളൊന്ന് കുതിരാൻ വെക്കണം. ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം നന്നായിട്ട് റാഗിയും ഉഴുന്നും ഒന്ന് കുതിരണം. 5 മണിക്കൂറിന് ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളത് വെള്ളം ചേർത്ത് അരച്ചെടുത്തു. അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഒന്നും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ദോശയ്ക്കും നമ്മൾ സാധാ ദോശയ്ക്കും മറ്റേ ഇഡലിക്കും ഒക്കെ ഉണ്ടാക്കുന്ന സെയിം കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഡലിത്തട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം നമ്മൾ റാഗിയും ഉഴുന്നും ഒക്കെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. റാഗി നമ്മൾ ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട്. ഇതിൽ ഹൈ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ഫൈബർ കണ്ടൻറ് ഉണ്ട്. വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് റാഗി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്കിൻ ഡാമേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും, ഹെയർ ഗ്രോത്ത് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അനീമിക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ റാഗി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ഒരു സ്പൂൺ കൊണ്ടോ വല്ലതും ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടുന്നില്ല എന്നുള്ള പരുവത്തിനാണെങ്കിൽ ഇത് നമുക്ക് വെന്തെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ റാഗി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഇളക്കിയെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഇനി സെയിം ബാറ്റർ തന്നെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ദോശയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഡലിയെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ അടുത്ത സെറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. സെയിം ബാറ്റർ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു ദോശയും കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു പാൻ വെച്ചു. നന്നായിട്ട് അതിനകത്ത് എണ്ണയോ നെയ്യോ ഒക്കെ നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഇപ്പം എണ്ണയാണ് തേച്ചേക്കുന്നത്. നെയ്യൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ദോശ കോരി ഒഴിക്കുന്നു. സാധാ ദോശ നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദോശ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇഡലി വെച്ചിരിക്കുന്നു. പാരലലി നമുക്ക് ദോശ വേണ്ടവർക്ക് ദോശ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മളത് ആ ബാറ്റർ ഉപയോഗിച്ച് റാഗി വെച്ചിട്ടുള്ള നമ്മുടെ ദോശ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ദോശയായിട്ടോ ഇഡലി ആയിട്ടോ ഒക്കെ നമുക്കിതിങ്ങനെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഒന്നാണ് റാഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലിയുള്ള ഡയറ്റിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കുറുക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതായത് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് ഇതിന്. ഇപ്പോൾ നമ്മൾ വെള്ള ചമ്മന്തിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ വെള്ള ചമ്മന്തിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.